നിതിൻ രാജിന്റെ മരണം യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി. അധ്യാപകന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്ന് തെളിഞ്ഞതായി യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ പറഞ്ഞു. ക്ലാസിൽ ബോഡി ഷേമിങ്ങും കളിയാക്കലുകളും പതിവ്. വിചിത്രമായ ശിക്ഷാരീതികളും നടപ്പിലാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ പറഞ്ഞു. മൊഴിയെടുപ്പൊക്കെ കഴിഞ്ഞോ? എങ്ങനെയാണ്? സംസ്ഥാന യുവജന കമ്മീഷൻ നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ സ്വമേധയാ ഒരു കേസെടുത്തിരുന്നു. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ശേഷം ഇന്നിവിടെ ക്യാമ്പസിൽ വന്ന് നേരിട്ട് വിദ്യാർത്ഥികളെയും പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും മൊഴി രേഖപ്പെടുത്താമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ വന്നിപ്പോൾ നിതിൻ രാജിൻ്റെ ക്ലാസ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ബാച്ച് നിലവിൽ അവധിയാണ്. 16-ാം തീയതി മാത്രമേ ക്യാമ്പസിലേക്ക് വരികയുള്ളൂ. പ്രിൻസിപ്പലിനോടും അതോടൊപ്പം തന്നെ യൂണിയൻ ഭാരവാഹികളെയും മറ്റ് വിദ്യാർത്ഥികളെയും കമ്മീഷൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിനകത്തൊന്നും മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ചില കാര്യങ്ങൾ യുവജന കമ്മീഷൻ ഗൗരവമായ കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായും രക്ഷിതാക്കളെയും അതോടൊപ്പം തന്നെ ക്ലാസ്സിലെ മറ്റ് വിദ്യാർത്ഥികളെയും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ബാച്ചിൻ്റെയും മൊഴി കൂടി രേഖപ്പെടുത്തുമ്പോൾ മാത്രമേ യുവജന കമ്മീഷന് പൂർണ്ണമായും കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മറ്റ് വിദ്യാർത്ഥികളാണ്. ഇപ്പം ഞങ്ങൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഫൈനൽ ഇയർ വിദ്യാർത്ഥികളായിരുന്നു കുറച്ചുകൂടി ഈ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയുമായി നേരിട്ട് മറ്റ് ബന്ധമില്ലാത്ത ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെയാണ്. ഞങ്ങൾ ഈ ആരോപണം നേരിട്ട ചില വ്യക്തികളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഈ അധ്യാപകൻ ഇതിനു മുന്നേ തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളാണ്. അത് വിദ്യാർത്ഥികളെ വൈറ്റ് ടീ, ബ്ലാക്ക് ടീ, കറുത്തവർ, വെളുത്തവർ എന്നൊക്കെയാണ് വിളിക്കുക. വൈറ്റ് കോക്രോച്ച്, ബ്ലാക്ക് കോക്രോച്ച്, ഫാറ്റി, അല്പം മെലിഞ്ഞ കുട്ടിയെ നോക്കി ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു ബോഡി ഷേമിംഗ് നടത്തുന്ന ഒരു രീതി ഈ അധ്യാപനം സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ ഇയാളെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ്. വീണ്ടും തിരിച്ചെടുത്ത് അദ്ദേഹം തന്നെയാണ് ഇപ്പം അനാട്ടമി എന്ന് പറഞ്ഞാൽ ഡെന്റൽ അനാട്ടമിയുടെ HOD ഇപ്പം നിലനിൽക്കുന്നത്. ഇത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. അദ്ദേഹം അതൊരു തിരുത്തൽ വരുത്തിയില്ല. മറ്റ് വിദ്യാർത്ഥികൾ പറഞ്ഞ മറ്റു പല കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് ചില അധ്യാപകരെ സംബന്ധിച്ചും ചില ഡിപ്പാർട്ട്മെന്റ് ചില ആരോപണങ്ങളുണ്ട്. ആരോപണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളെ അധ്യാപകർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരെ ഭീതിപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. ആ വിദ്യാർത്ഥികളെ ഗൗരവമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. അതിപ്പോൾ ക്ലാസ് മുറിയിൽ വന്നാൽ പോലും അറ്റൻഡൻസ് കൊടുക്കില്ല. ഏതെങ്കിലും ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസത്തെ അറ്റൻഡൻസ് ഉണ്ട്. അങ്ങനെ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടാക്കുക ബോധപൂർവ്വം. ക്ലാസ്സിൽ വരുന്നവരെ 80% അറ്റൻഡൻസ് ആക്കില്ല. പൊതുവിൽ ഒരു പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഈ ക്യാമ്പസിൽ നിലവിൽ മൊഴിയുന്ന വിദ്യാർത്ഥികൾ ഗൗരവമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യുവജന കമ്മീഷൻ സംബന്ധിച്ച് ഒന്നുകൂടി 16-ാം തീയതി ഒന്നുകൂടി വന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് പൂർണ്ണമായും മറ്റ് അധ്യാപകരിൽ നിന്ന് കൂടി മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട്.